ഇന്ത്യയിൽ ഇന്ന് കിട്ടിയ ഏറ്റവും വലിയ പ്രൊഫറ്റിക്കൽ ഓഫീസാണ് സാമച്ചൻ ഭാഷ. ഇതുപോലെ ഒരു ഓഫീസ് വേറെ ഇല്ല. The Lord has raised the greatest prophetic office right now in India, that is from Prophet Samachan. സത്യത്തിൽ അന്നത്തെ ദിവസമായിരുന്നു എൻ്റെ മേൽ എന്തോ സംഭവിച്ചത്. പാസ്റ്റർ എൻ്റെ തലയിലോട്ട് കൈവച്ച് പ്രവചനം ആരംഭിച്ചു. പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കൈ വലിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എൻ്റെ കൂടെ നിൽക്കാവോ? ഞാൻ പകർച്ചയിൽ വിശ്വസിക്കുന്നു. I believe in impartations. അതിന്റെ കാരണം എൻ്റെ മേൽ ഇത് പകർന്നു കിട്ടിയതാണ്. Because I have received this ministry through impartation. ആദ്യമായിട്ട് ബൈബിൾ പഠിപ്പിച്ച ആളും പ്രവചനത്തിന്റെ പകർച്ച തന്ന ആളും ഒരുമിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്യാൻ പോകുന്നത്. This is a big honor for me because the man of God who taught me the scripture at first and the man of God who prophesied and imparted the ministry over me, they all are here and in their presence I am ministering to you. എത്രത്തോളം നമ്മൾ ഒരു പ്രൊഫറ്റിക്കൽ ഓഫീസിനെ എത്രത്തോളം നമ്മൾ ഹോണർ ചെയ്യുമോ അത്രത്തോളം നമ്മുടെ മേൽ പകർച്ചകൾ സംഭവിക്കും. The way you honor a prophetic office, how much you honor a prophetic office, that much impartations can take place in you. എപ്പോൾ അപ്പന്മാരും മക്കളും ഒന്നിക്കുമോ അവിടെ സ്വർഗം തുറന്നിരിക്കും. He told me, when the fathers and sons unite together, there will be an open heaven. ഇന്ന് പകലിൽ ഇവിടെ ആയിരിക്കുന്നതിനകത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. I praise and thank God for this wonderful morning. എന്നെ സംബന്ധിച്ച് ഈ സ്ഥലം ഒത്തിരി ഓർമ്മകൾ ഉള്ള സ്ഥലമാണ്. I have a lot of memories connected to this place. 2002 എനിക്ക് തോന്നുന്ന ഒരു ഡിസംബർ മാസത്തിലാണ് ആദ്യമായി ഞാൻ അവിടെ നടന്നൊരു മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പാസ്റ്റർ ജോബി പാസ്റ്ററുടെ കൂടെ ഇവിടെ കാലുകുത്തുന്നത്. In the year 2002, in the month of December, I came to this place for the first time with Pastor Joby when there was a meeting happening here. ഞാൻ സത്യത്തിൽ ഇവിടെ വരാൻ വന്നതല്ല. അദ്ദേഹം എന്നെ പത്തനാപുരത്തൊരു വീട്ടിൽ വന്നതാണ്. വന്ന വീട്ടിൽ ആളില്ലായിരുന്നു. അതുകൊണ്ട് എങ്കിൽ പിന്നെ ഞാനൊരാളെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. Pastor Joby was going to visit a house in Pattanapuram, and when we reached there, that house owner was not there. So Pastor Joby all of a sudden said that, okay, anyway we came here, let me introduce you into a man of God, and we happened to reach here. പാസ്റ്റർ എനിക്ക് വേണ്ടി അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു, അവിടുത്തെ വീട്ടിലാണ്. ബെന്നിനും മുണ്ടുമാണ്, ഉടുപ്പിട്ടിട്ടില്ല. ജോബി പാസ്റ്റർക്ക് ബെഡ്റൂം വരെ ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് ബെഡ്റൂമിൽ ചെന്ന് നിൽക്കുകയാണ്. പാസ്റ്റർ എൻ്റെ തലയിലോട്ട് കൈവച്ച് പ്രവചനം ആരംഭിച്ചു. പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കൈ വലിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എൻ്റെ കൂടെ നിൽക്കാവോ എന്ന്. I still remember that day Pastor Joby had access to enter into his house, and he took me inside of his house, and Pastor Samachan started praying for me. I still wear the attire he was wearing that day. He was wearing a banyan and a lungi, and he laid his hand over me and started prophesying. All of a sudden he took back his hands and he asked me a question, are you willing to get connected with me and stay with me? 100% yes എന്ന് പറഞ്ഞു. I said 100% I'm willing. 10-20 വർഷത്തെ കഥകൾ എനിക്ക് ഇവിടവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട്. So I have a lot of stories connected to this place. ഞാൻ രക്ഷിക്കപ്പെട്ട എനിക്ക് ഈ കുടുംബമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്. പാസ്റ്റർ ജോബി, സാമച്ചൻ പാസ്റ്റർ. ഞാൻ രക്ഷിക്കപ്പെട്ട ആദ്യ ദിവസങ്ങൾ ഞാൻ ഒരു ഈവനിങ് ബൈബിൾ സ്കൂളിൽ പോയി. എന്നെ അവിടെ വചനം പഠിപ്പിച്ചത് സാമച്ചൻ പാസ്റ്റർ ബ്രദർ, ഇവിടുത്തെ സാം പാസ്റ്ററാണ്. I happened to attend evening Bible studies right after I received my salvation experience, and Samachan pastor's brother, Pastor Sam, who is a pastor of this church, and he taught me the word of God over there. എന്തോ ദൈവത്തിന്റെ വലിയ കൃപയായിരുന്നു. That was the grace of God. എന്നെ ആദ്യമായിട്ട് ബൈബിൾ പഠിപ്പിച്ച ആളും പ്രവചനത്തിന്റെ പകർച്ച തന്ന ആളും ഒരുമിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്യാൻ പോകുന്നത്. This is a big honor for me because the man of God who taught me the scripture at first and the man of God who prophesied and imparted the ministry over me, they all are here and in their presence I am ministering to you. എപ്പോൾ അപ്പന്മാരും മക്കളും ഒന്നിക്കുമോ അവിടെ സ്വർഗം തുറന്നിരിക്കും. He told me, when the fathers and sons unite together,
there will be an open heaven. എപ്പോൾ അപ്പന്മാരും മക്കളും ഒരു സ്ഥലത്ത് ഒന്നിക്കുമോ തൊട്ടടുത്ത് സംഭവിക്കുന്നത് ഓപ്പൺ ഹെവൻ ആയിരിക്കും. മാൻഡിലുകൾ വീഴുന്നത് കാണാൻ പറ്റും. When the fathers and sons get together, that is a place heavens are open and the mantles will flow. ശ്രദ്ധിക്കുന്നു, ഞാൻ ഇവിടെ നിൽക്കുന്നത് പോലും ഒരു പ്രവചനത്തിന്റെ ഭാഗമാണ്. And what I believe, right now I am standing here is a fulfillment of a prophetic word. ഇന്ന് ചിലരുടെ ജീവിതത്തിൽ വലിയ മാൻഡിലുകൾ വീഴുന്ന Today, mantles are going to fall upon certain എത്ര people. പേര് അങ്ങനെ തന്നെ സമ്മതിക്കുന്നു? How many of you agree with me? അപ്പന്മാരും മക്കളും ഒന്നിക്കുന്നിടത്ത് ഓപ്പൺ ഹെവൻ ആണെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്ത് ഹെവൻ സ്വർഗം തുറന്ന സ്വർഗത്തിൽ നിന്നും വലിയ പുതപ്പുകൾ വീഴാൻ പോകും. When fathers and sons unite together and standing in one location, if the heaven will open there, then we believe today is the day mantles are going to come upon me. ഞാൻ പകർച്ചയിൽ വിശ്വസിക്കുന്നു. I believe in impartations അതിന്റെ കാരണം എൻ്റെ മേൽ ഇത് പകർന്നു കിട്ടിയതാണ്. because I have received this ministry through impartation. എത്രത്തോളം നമ്മൾ ഒരു പ്രൊഫറ്റിക്കൽ ഓഫീസിനെ എത്രത്തോളം നമ്മൾ ഹോണർ ചെയ്യുമോ അത്രത്തോളം നമ്മുടെ മേൽ പകർച്ചകൾ സംഭവിക്കും. The way you honor a prophetic office, how much you honor a prophetic office, that much impartations can take place in you. 2007 ഞാൻ ആദ്യമായിട്ട് കുവൈറ്റിൽ പോയി പാസ്റ്റർ. ഇവിടുന്ന് പാസ്റ്ററാണ് പ്രാർത്ഥിച്ചു വിടുന്നത്. I just want to share something. At the year 2007, I went for ministry into the nation Kuwait. Prophet Samachan prayed for me and sent me to Kuwait. എന്നെ ഈ കഴിഞ്ഞ 3-4 ആഴ്ചയ്ക്ക് മുമ്പ് കൊച്ചി എമിഗ്രേഷനിൽ വരുമ്പോൾ എന്നെ തടഞ്ഞു അവർ. 2-3 weeks back in the Kochi airport immigration, they stopped me. എന്നെ ബ്ലോക്ക് ചെയ്തു. They stopped me. എൻ്റെ പാസ്പോർട്ട് അവർ ഈ സ്കാനിങ്ങിനകത്ത് വെച്ചപ്പോൾ സിസ്റ്റം അലർട്ട് ചെയ്തു. കഴിഞ്ഞ ഒരു വർഷത്തിൽ 73 തവണ ഈ എമിഗ്രേഷൻ പാസ് ചെയ്ത് പോയിരിക്കുന്നവൻ. Because the system shows last 1 year 73 times this man has passed through this immigration. 52 ആഴ്ചയേ ഉള്ളൂ, 73 പ്രാവശ്യം ഇയാൾ ഈ എമിഗ്രേഷൻ ക്രോസ് ചെയ്തിരിക്കുന്നു. Only 52 weeks, but 72 times I have crossed the immigration. 2-3 ഓഫീസേഴ്സ് എന്നെ വിളിച്ചോണ്ട് ഒരു റൂമിലേക്ക് കൊണ്ടുപോയി. The officers took me to a room. നിന്റെ ജോലി എന്താണ്? What? And they started asking me, what is your job? നീ എല്ലാ ദിവസവും ഇങ്ങനെ പോകുന്ന പാസ്റ്റർമാരെ ഇങ്ങനെ കണ്ടിട്ടില്ല. We have never seen a pastor travel like this. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ എല്ലാ വെള്ളിയാഴ്ച കുവൈറ്റിൽ പോയി ഇറങ്ങി, ശനിയാഴ്ച ദുബായ് വന്ന്, ഞായറാഴ്ച വന്ന് കൊച്ചി ആരാധന പങ്കെടുക്കുന്നയാളാണ്. എന്നോട് കർത്താവ് പറഞ്ഞു, സ്റ്റാൻഡ് മാറ്റാത്തത് കൊണ്ട് തുറന്ന വാതിൽ കണ്ടോ. ഇതിനകത്തിരിക്കുന്ന ചിലരോട് ഈ ഇവിടെ വന്ന് കത്തിയിട്ട് തിരിച്ചു പോയി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പറയരുത്. ഈ കൈവപ്പാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിലപാട് മാറ്റാതെ നിന്നാൽ നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ ദൈവത്തെ കളിപ്പിക്കാതിരുന്നാൽ സ്വർഗത്തിന്റെ വാതിലുകൾ നിനക്ക് വേണ്ടി സൂപ്പർ നാച്ചുറലി തുറക്കും. I want to let you know that if you are not willing to alter your stand, if you are expecting an impartation from the prophets of God, when you go back to your places, don't change your stand. If you stand strong firm for your stand, the Lord will open the floodgates of heaven for you. ഞാൻ പറഞ്ഞില്ല, ആര് പറയും, ഞാൻ പ്രസംഗിക്കുന്നില്ല. ഞാൻ ഇതിങ്ങനത്തെ കുറേ ഞാനും സാമച്ചൻ പാസ്റ്ററുടെ തിരുവനന്തപുരത്തിനടുത്ത് നെയ്യാറ്റിൻകര മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ അന്ന് സൈനുമാമ വന്നില്ല, പിറ്റേ ദിവസം ഇവിടെ മീറ്റിംഗാണ്. ഞങ്ങൾ രണ്ടുകൂടെ അന്ന് ഈ ക്യാമറ എടുക്കുന്ന ഞാനാണ്. ക്യാമറയുമായി പാസ്റ്റർ കൂടെ പോയി. എന്നിട്ട് അവിടെ ചെന്ന് ശുശ്രൂഷയ്ക്ക് നിന്നപ്പോൾ പാസ്റ്റർ എനിക്ക് തോന്നുന്നു മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് യൂൾ ബ്രിന്നർ, അദ്ദേഹമാണ് യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഒരു വണ്ടി ചെന്ന് അവിടെ ചെന്ന് ഇറങ്ങി പാസ്റ്റർ അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് എൻ്റെ പേര് വിളിച്ചു. I remember another incident that I was traveling with Pastor Samachan to minister in a meeting. He was going to minister in a meeting in Neyatinkara Municipal Stadium, a meeting conducted by Pastor Yul Briner. And we traveled together, we came there together, and when Pastor Samachan started ministering, he called out my name in the public stage.
ഞങ്ങൾ രണ്ടും ഒരു വണ്ടിയിൽ പോയി ഇറങ്ങിയതാണ്. Same vehicle we were traveling. ഞങ്ങൾ രണ്ടും അവിടെ ഒരു വീട്ടിൽ, ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു മതിലൊക്കെ ഉള്ളൊരു വീട്ടിൽ പോയി ചായ കുടിച്ചിട്ട് ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലോട്ട് ഒരുമിച്ച്. ഞാൻ ആദ്യം ക്യാമറ കൊണ്ട് പോകേണ്ടിയിട്ട് അവിടുത്തെ ആരോ വിട്ട് എന്നെ ഗ്രൗണ്ടിൽ വിട്ടു. പാസ്റ്റർ പുറകെ വരുന്നു. ഈ ആര് കണ്ടാലും ഇത് അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നേ തോന്നുള്ളൂ. ഒരു വണ്ടിയെ വന്നിട്ട് അവൻ്റെ പേര് വിളിക്കാമെന്ന് വെച്ചാൽ ഇത് പക്ക അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. So from the same vehicle we travel, from the same place we travel, I am kind of a cameraman for him for that meeting. And if people hear that he is calling out my name, people who know him and me will understand that this is their adjustment. ഞാൻ ഈ ക്യാമറയും കൊണ്ട് അവിടെ ഒരു വലിയ ഇത് പോഡിയം പോലെ ഈ ക്യാമറ വെക്കാൻ സ്റ്റാൻഡ് ഉണ്ട്. അതിൻ്റെ മണ്ടയിൽ ഇരിക്കുമ്പോൾ എനിക്ക് രണ്ടാശയം. ഇറങ്ങി ചെന്നാൽ യവന്മാർ മൊത്തം ചിരിക്കും. ചെന്നില്ലെങ്കിൽ എന്നെ പോലൊരു മണ്ടൻ ലോകത്ത് കാണത്തില്ല. I have two thoughts in my mind. I was sitting with the camera over there that if I go to the stage, then the audience will think that this is their adjustment. If I don't go, then I will be the most foolish person here when God moves. ഞാൻ ഓടി, എൻ്റെ പേരാണ് ടിജോ എന്ന് പറഞ്ഞ് പാസ്റ്ററുടെ അടുത്തോട്ട് ചെന്ന് നിന്നു. പാസ്റ്റർ കണ്ണടച്ച് കരയുവാണ്. ഐ ലവ് യു ഡാഡി എന്ന് പറഞ്ഞ് കരയുവാണ്. Pastor is calling out, I love you daddy, and he closes his eyes and he is crying, weeping, and I just raised my hands and I came to pastor. ഞാൻ മുട്ടേ ചെന്ന് മുമ്പിലിരുന്നു. I kneeled down before him. എൻ്റെ മേ കെട്ടിപ്പിടിച്ചു. He hugged me. പരിശുദ്ധാത്മാവിന്റെ കാര്യം നമ്മുടെ ബുദ്ധിക്ക് ഒക്കുന്ന സാധനമേ അല്ല. You know, the way Holy Spirit move is beyond your imaginations. പരിശുദ്ധാത്മാവിന് സ്കെയിൽ വെച്ച് അളക്കാൻ പറ്റിയ കക്ഷികളൊന്നും ഇവിടെ ഇല്ല. No one can calculate the moves of the Holy Ghost. സത്യത്തിൽ അന്നത്തെ ദിവസമായിരുന്നു എൻ്റെ മേൽ എന്തോ സംഭവിച്ചത്. I really believe that particular day something genuine took place. പകർച്ചയായത് എൻ്റെ മേൽ സംഭവിച്ച ഒരു രാത്രിയായിരുന്നു. That night was a night an impartation took place. ഞാൻ ഇതിനകത്തിരിക്കുന്ന ചിലർ നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾ പരിചയക്കാരോ മിണ്ടുന്നവരൊക്കെ, പക്ഷേ നിങ്ങളുടെ ബുദ്ധിയിൽ പല കാര്യത്തെ എടുത്തത് കൊണ്ട് ചില സ്റ്റക്കായിപ്പോയി, നിശ്ചലമായിപ്പോയി. ഇതിനെ ബുദ്ധി പൊളിച്ച് കളയുക. സൂപ്പർ നാച്ചുറൽ ആദ്യം വേണ്ടിയത് ഈ ഹോളിനകത്ത് നിന്റെ ബുദ്ധിയെ ഓഫാക്കുക. കർത്താവിന്റെ കാര്യത്തിന് നിന്റെ ഹൃദയത്തെ തുറക്കുക. Number one thing that you need to experience supernatural breakthroughs in your life, that switch off your intelligence and open your heart for God to move. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് After 2 days, പാസ്റ്റർ തിരുവല്ലായിലും കല്ലിയൂരും, എനിക്ക് തോന്നുന്നു അന്ന് നിന്ന അനിൽ പാസ്റ്റർ എന്ന് തോന്നുന്നു, 2 യോഗം ഒരുമിച്ച് എടുത്തേക്കുകയാണ്. there was a particular day, Prophet Samachan, he had 2 meetings in the same day. ആശയക്കുഴപ്പമായി. പാസ്റ്റർ രാത്രി ചെല്ലാമെന്ന് പറഞ്ഞു, പകല് ആരെങ്കിലും വിടാൻ പറഞ്ഞു. പാസ്റ്റർ എന്നോട് പറഞ്ഞു പോകാൻ. കല്ലിയൂരെന്ന് പറഞ്ഞു, ഞാൻ രണ്ട് കൊച്ചു കൺവെൻഷനാന്ന് പറഞ്ഞു എവിടുന്ന് പോകുന്നത്. പാസ്റ്റർ തിരുവല്ല ഇവിടെ ഒരു മീറ്റിങ്ങിന് പോയി. So pastor has to preach in Tiruvalla, and in Kalliyur also there was another meeting. There was a big misunderstanding happened. Then Samachan pastor told me, you go to Kalliyur meeting. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ പേരൊക്കെ വിളിച്ച് പ്രവചിക്കുന്നതാണ്, ഞാൻ ചെന്ന് എന്തോ ചെയ്യാനാണ്. So I told pastor, you are a prophet of God and you call out the names and all. People are expecting that. What can I do there? എന്നോട് പറഞ്ഞു, നീ പോയി പേര് വിളിക്കണം. And he told me, you go and you call names. ഈ അപ്പന്മാർ തുറന്നതാണ്. The fathers open, it is open. അപ്പന്മാർ തുറന്നാൽ അത് തുറന്നതാണ്. The fathers open a door, it is open. അതിനെ അടയ്ക്കാൻ ലോകത്തിലെ ആരാലും സാധ്യമല്ല. No one were able to close the doors that the fathers has opened over you. രാമച്ചാന് പകരം ടിജോ പോയി എന്തോ ചെയ്യാനാണ്. ഞാൻ ചെന്നപ്പോഴാണ് മനസ്സിലായി ഇതൊരു ജനറൽ കൺവെൻഷനാണ്. I went to that ഇത് meeting. ഇവിടെ വെച്ച് പറഞ്ഞാൽ ഞാൻ പോകത്തില്ല. ഞാൻ ഹോളിനകത്തെ 50-100 പേരുടെ യോഗം എന്ന് പറഞ്ഞാൽ ചെന്നത്. I thought that it's a small meeting, but it was a general convention with many people. ഗ്രൗണ്ടിൽ ആളിരിക്കുകയാണ്. In the ground, many people were there. എനിക്ക് തോന്നുന്നു ആദ്യം അവരൊക്കെ ഏതാണ്ടൊക്കെ പ്രസംഗിച്ചു. So they were preaching some things, and the other 7 ഇന്ന് അവർ അനൗൺസ് ചെയ്തു, ഏലിയാവ് വിട്ട ഏലിശയാണ് ഇന്ന് മിനിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. And they announced that Elijah has sent an Elisha today. He is going to minister. എന്നെ സംബന്ധിച്ച് തലേ കൈവച്ച് പ്രവചിക്കുക വേണ്ട, ഇങ്ങനെ പറഞ്ഞാലും അതിനെ പ്രവചനമായിട്ട് പിടിക്കുന്ന ആളാണ് ഞാൻ. I am a person that is enough that I will take hold of that prophetic word. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞത് ഓക്കെയാണ്. I said to myself, this is done. ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആദ്യമായി
സാലി എന്ന് പറഞ്ഞൊരു പേര് വിളിച്ചു. I still remember I stood up and I called out a name called Sally. ഞാൻ കണ്ണടച്ചോണ്ടാണ് വിളിക്കുന്നത്. I closed my eyes and called the name. ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് I അറിയില്ല. don't know whether that person is there or not. ഹൃദയത്തിൽ ഒരു ബോധ്യം വെച്ച് വിളിച്ചതാണ്. Because I have an unction in my heart. അന്നേരം ഞാൻ നോക്കുമ്പോൾ ഭയങ്കര അലപ്പ് സൈഡിൽ കേൾക്കാം. And I can hear a crying, a wailing sound. അന്നേരം ഞാൻ നോക്കിയപ്പോൾ 4 സാലിമാർ എഴുന്നേറ്റ് നിൽക്കുകയാണ്. 4 ladies with the name Sally stood up. അടുത്തത് എന്തോ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. I don't know what to do next. 4 സാലിമാർ എഴുന്നേറ്റ് 4 നിൽക്കുന്നു. Sallys are waiting there. എനിക്ക് അടുത്തത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. I have no idea what to do next. എന്റെ സ്പിരിച്വൽ ഫാദർ പറഞ്ഞത് അനുസരിക്കാൻ പോവുകയാണ്. I am just going to obey what my spiritual ഞാൻ father told me. കണ്ണടച്ച് നോക്കിയിട്ടല്ല, ഇരുട്ടല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. I close my eyes, only darkness. പാസ്റ്റർ പേര് എഴുതി കാണുമെന്ന് പറഞ്ഞ് എനിക്ക് ഒരു പേരും എഴുതി കാണുന്നില്ല. Pastor used to say that he see names written. ഞാൻ അവിടെ നിന്നുകൊണ്ട് അടുത്തത് അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. I am going to announce the next thing. ദൈവത്തോട് പറയുകയാണ്, അത് അവിടെ കാണണം. I am speaking to God, Lord, a person വലിയ should be there. ജനക്കൂട്ടമാണ്. It's a big crowd. 4 സാലിമാർ എഴുന്നേറ്റ് നിൽക്കുന്നു. 4 people with the name Sally. ഞാൻ അവിടെ നിന്നോണ്ട് പറഞ്ഞു, ഇത് കണ്ടതൊന്നുമില്ല, ഹൃദയത്തിലെ ബോധ്യം. ചുമന്ന കർച്ചീഫ് ബാഗിനകത്തുള്ള സാലി നിന്നിട്ട് ബാക്കി 3 സാലിമാർ ഇരുന്നാട്ട്. Then I told, there is a Sally among you keeping a red kerchief inside of your bag. Only you stand up there. The rest of the Sallys, please sit down. ഞാൻ നോക്കിയപ്പോൾ വീണ്ടും അലപ്പ്. ഞാൻ കണ്ണടച്ച് പിടിച്ചേക്കുകയാണ്. I am closing my eyes. ഫുൾ ഗ്രൗണ്ട് ഇളകുവാണ്. All the crowd is cheering. കാരണം 3 സാലിമാർ ഇരുന്നു. Because 3 Sallys sat down. കർച്ചീഫ് ബാഗിൽ നിന്ന് എടുത്ത് കറക്കിക്കൊണ്ട് നിൽക്കുകയാണ്. One Sally took the red kerchief and waving in the sky. നിങ്ങൾക്കറിയാമോ, എൻ്റെ കയ്യിൽ ഈ ഭൂഗോളം മൊത്തം ഞാൻ ഭരിക്കുന്ന പോലെ ഒരു നിയന്ത്രണത്തിലേക്ക് വന്നു. You know, I felt as if the world is in my hand. നിങ്ങൾക്കറിയാം, ഈ ഫെയ്ത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ അകത്ത് ഈ സാധനം ഉണ്ടാവും. പിന്നെ വലിയവൻ നമ്മുടെ മുമ്പിലില്ല, ഇത് മൊത്തം നമ്മുടെ കസ്റ്റഡിയിലായി. When you are stepping into the faith zone, you will feel as if you are controlling the whole ഞാൻ system. എപ്പോഴും ഓർക്കുന്നു, അങ്ങോട്ട് ഇറങ്ങി ഞാൻ അന്നേരത്തിന് എനിക്ക് ഈ എൻ്റെ കൂടെ വന്നവരെല്ലാം ഞെട്ടി, എവനിതെന്തോ പറ്റി. All those who came with me, the servants of it, they were shocked. What happened to him? എനിക്ക് തോന്നുന്നു അന്ന് ആ പകൽ 60 പേരെയും കണ്ട പേര് വിളിച്ചത്. I still remember around 60 names I call out that day. ഞാൻ ആ പരിചയം പോലെ, ജോണല്ലോ എഴുന്നേറ്റോ, ഇന്നാളല്ലോ ഇങ്ങനെ ഞാൻ കരയ്ക്ക് വന്നിരുന്നിട്ട് പിന്നെ ആലോചിച്ചു, ഞാനിത് എന്നാ പണിയാ കാണിച്ചേ. I started just picking up people with their names, and after all the meeting I was asking to myself, is it really what happened? What is happening with me? ഞാൻ നിങ്ങളോട് പറയാം, Let me tell you. പകർച്ചകൾ ഈ പാഴാക്കി കളയരുത്. Don't waste the values of impartations. ഈ കാലി പാത്രം കൊണ്ട് വരുന്നതിന് കുഴപ്പമില്ല, ഓട്ടയുള്ള പാത്രം കൊണ്ട് വന്ന് ഈ പകർച്ച എടുക്കരുത്. It's good to carry the empty vessels, but don't put a hole on your empty vessels and come for impartation. ഈ ഇന്ത്യയിൽ ഇന്ന് കിട്ടിയ ഏറ്റവും വലിയ പ്രൊഫറ്റിക്കൽ ഓഫീസാണ് സാമച്ചൻ ഭാഷ. ഇതുപോലെ ഒരു ഓഫീസ് വേറെ ഇല്ല. The Lord has raised the greatest prophetic office right now in India, that is from Prophet Samachan. You won't see anything like this in India. പ്രോഫറ്റ് അവൻ പ്രൊഫറ്റിക്കൽ ഓഫീസിലാണോ എന്ന് അറിയുന്നത് ഒറ്റ കാരണത്തിലാണ്. Only in one thing you can notice a prophet is he really in the office of a prophet. അവൻ അടുത്ത പ്രോഫറ്റിനെ എഴുന്നേൽപ്പിച്ചോ എന്നതിൽ നിന്നാണ് അവൻ ഓഫീസിലാണോ എന്ന് അറിയുന്നത്. Is he giving birth to the next prophets? That is a sign that he is a prophetic father. ഇന്ന് പകലിൽ ഇവിടെ കൈമാറുന്ന കൈമാറ്റങ്ങൾ എനിക്കറിയത്തില്ല. ചിലർ നല്ല പോലെ കൈവച്ച ഒറ്റ പ്രാവശ്യം മതിയെന്ന്. ഒറ്റ പ്രാവശ്യം. Just one impartation is enough. ഒറ്റ ഇമ്പാർട്ടേഷൻ. Just one impartation. 1000 പ്രാവശ്യം 1000 പേരെ കൊണ്ട് കൈവപ്പിക്കണം. ഒറ്റ പ്രാവശ്യം. No need of 1000 people to lay hands on you 1000 അത് times. ചോർത്താതിരിക്കാൻ നിനക്ക് അറിയാമെങ്കിൽ ഇത് അടുത്ത മണിക്കൂറിൽ വർക്കൗട്ട് ആകുകയാണ്. If you know how to keep it safe without leakage, from the next hour onwards it will start working in you. ഇതിനകത്ത് ദൈവദൂതന്മാർ വന്നു നിൽക്കുന്നു. Angels of God are present.